ഗ്രാൻഡ് ഫിനാലെ വോട്ടിങ്ങിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ഇന്ന് ഹോട്ട്സ്റ്റാറിൽ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. മിഡ് വീക്ക് എവിഷനിലൂടെ ഒന്നോ രണ്ടോ പേര് ഇന്നോ നാളെയോ ആയിട്ട് പുറത്തു പോയേക്കാം. അത് ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. മത്സരാർത്ഥികൾക്ക് ബുധനാഴ്ച വൈകുന്നേരം 6 മണി വരെ ലഭിച്ച വോട്ടിന്റെ റിസൾട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പുറത്തുവിടുന്നത്. കൃത്യമായുള്ള വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിനായിട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 6 മണി വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും 1-ാം സ്ഥാനത്ത് തുടരുകയാണ് അനുമോൾ. 3 ലക്ഷം വോട്ടുകൾ കഴിഞ്ഞിരിക്കുകയാണ് അനുവിനും അനീഷിനും. ഇപ്പോൾ അനീഷുമായിട്ട് നല്ലൊരു ലീഡിൽ നിൽക്കുകയാണ് അനുമോൾ. 3,22,560 വോട്ടുകൾ അനുമോൾ നേടി. 2-ാം സ്ഥാനത്താണ് അനീഷിന്റെ സ്ഥാനം. 3,17,135 വോട്ടുകൾ അനീഷിന് നേടാൻ കഴിഞ്ഞു. 3-ാം സ്ഥാനത്താണ് ഷാനവാസ് ഉള്ളത്. ഷാനവാസ് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ 3-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോഴും 3-ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. 1,27,614 വോട്ടുകളാണ് ഷാനവാസിന് നേടാൻ കഴിഞ്ഞത്. 4-ാം സ്ഥാനത്താണ് നെവിൻ. ഏറ്റവും പുറകിലേക്കൊക്കെ പോകുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ നല്ലൊരു എന്റർടൈനർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നെവിൻ വോട്ടുകൾ കിട്ടുന്നുണ്ടായിരിക്കാം. 82,590 വോട്ടുകളാണ് ലെവിന് ലഭിച്ചത്. 5-ാം സ്ഥാനത്താണ് ഇപ്പോൾ നൂറ. 82,121 വോട്ടുകൾ നൂറയ്ക്ക് നേടാൻ കഴിഞ്ഞു. 6-ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ കയറി വരാൻ ആദിലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 81,838 വോട്ടുകൾ ആദില നേടി. ഏറ്റവും പിറകിലേക്ക് അവസാന നിമിഷം പോയിരിക്കുകയാണ് അക്ബർ. 81,629 വോട്ടുകളോടെ ആദിലയുടെ തൊട്ടു പിന്നിലായിട്ട് 7-ാം സ്ഥാനത്ത് ഏറ്റവും പിറകിൽ നിൽക്കുകയാണ് അക്ബർ. ആരാണ് വിജയകിരീടം ചൂടാൻ പോകുന്നതെന്ന് നമുക്ക് ഞായറാഴ്ച അറിയാം. പക്ഷേ വോട്ടിംഗ് ശനിയാഴ്ച രാത്രി 12 മണിക്ക് അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇനി വെറും 3 ദിവസം മാത്രമാണ് വോട്ട് ചെയ്യാൻ അവസരമുള്ളൂ. എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുക. ഇന്ന് നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്തവരാണെങ്കിൽ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗ്രാൻഡ് ഫിനാലെ ഫൈനൽ വോട്ട് റിസൾട്ട്, ഏറ്റവും കൃത്യമായ ഫൈനൽ വോട്ട് റിസൾട്ട് ഈ ഒരു ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അത് കാണുന്നതിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.